നമസ്തേ. പ്ലസ് ടുവിന് ശേഷം ഏത് പ്രോഗ്രാമിലാണ് തങ്ങളുടെ കുട്ടികളെ ചേർക്കേണ്ടത്, ഏത് കോളേജുകളിലാണ് ചേർത്തേണ്ടത്, കേരളം എന്ന കംഫർട്ട് സോണിനപ്പുറം നമുക്ക് കേരളത്തിന് പുറത്തുള്ള പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലൊക്കെ അഡ്മിഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്, പ്ലസ് ടുവിന് പഠിച്ച സബ്ജക്റ്റ് വെച്ചിട്ട് നമുക്ക് ഇന്ത്യയിലെ ഈ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ കിട്ടാവുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ്, ആ കോഴ്സുകളിൽ നിന്നുള്ള ഉപരിപഠന സാധ്യതകൾ എന്തെല്ലാമാണ്, CUET 2024 വ്യക്തമായി നമുക്ക് പറഞ്ഞു തരാനായി ഇന്ന് ബ്രില്യൻ സ്റ്റുഡിയോയിലുള്ളത് ജോബി സാറിനാണ്. എത്രയും സ്നേഹത്തോടെ ജോബി സാറിനെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. പ്ലസ് ടുവിന് ശേഷം ഇപ്പം എത്രത്തോളവും ഈ മേഖലകളെക്കുറിച്ചൊക്കെ അറിയാവുന്ന ആൾക്കാരാണെങ്കിലും പ്ലസ് ടുവിന് ശേഷം ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ഒരു രക്ഷിതാവ് എന്തൊക്കെയാണ് ചിന്തിക്കേണ്ടത്? ഹയർ എഡ്യൂക്കേഷൻ സാധ്യതകളെക്കുറിച്ചാണോ, ജോബ് ഓപ്പർച്യൂണിറ്റികളെക്കുറിച്ചാണോ, അതോ നമ്മളിപ്പോൾ CUET പോലെയുള്ള പ്രധാന സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ സാധ്യത എന്തൊക്കെയാണ് ആദ്യം അവരുടെ മനസ്സിൽ ഓടിയെത്തേണ്ടത്? ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒന്നാമത് പറയാവുന്നത് ജോലി സാധ്യതയെക്കുറിച്ച് തന്നെയാണ്. തീർച്ചയായിട്ടും. കാരണം ജോലിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും ജോലികളും മാറിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കരിയർ മേഖലയിൽ വലിയ ഷിഫ്റ്റിങ്ങും കാതലായ ചേഞ്ചസും വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. തീർച്ചയായിട്ടും. ഇന്നുണ്ടായിരുന്ന ഒരു ജോലി നാളെ ഉണ്ടാകുമോ എന്നുള്ളത്, ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് നാളെ നേരം വെളുത്ത് കഴിയുമ്പോൾ അതുണ്ടോ എന്ന് പോലും മനുഷ്യൻ സംശയിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ സോഫ്റ്റ്വെയർ സെക്ടറിലും കോഡിങ്ങിന് AI യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഡെവിൻ എന്ന് പറയുന്ന ഒരു AI ടൂൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു മേഖല വരെ ഇനിയിപ്പോൾ AI യൂസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ കുട്ടികൾ പൊതുവെ എഞ്ചിനീയറിങ്ങിനൊക്കെ പോകുന്നവർ പറയുമായിരുന്നു സോഫ്റ്റ്വെയർ ഫീൽഡിൽ പ്രോഗ്രാമറായിട്ട് ജോലി ചെയ്യാമല്ലോ എന്നുള്ള ഒരു കാര്യമൊക്കെ ഓർത്തുകൊണ്ടാണ് അവർ പൊയ്ക്കൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇതിനെയും അതിനൊക്കെ മാറ്റം വരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഒന്നാമത് നമുക്ക് ജോലി സാധ്യത ആണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത്. അതിനുശേഷം മതി ഹയർ സ്റ്റഡീസ് ഓപ്ഷൻ. തീർച്ചയായിട്ടും. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇത്രയധികം ചെറുപ്പക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറാനുള്ളൊരു സാധ്യതയും. നമ്മളുടെ ഇവിടെ ആവശ്യത്തിന് ജോബ് വേക്കൻസി, അതായത് ഒരു UG പ്രോഗ്രാം കഴിഞ്ഞ ആവശ്യത്തിന് തൊഴിൽ മേഖല ഇല്ലാത്തത് കൊണ്ടാണോ ഇത്രയധികം പേർ കുടിയേറുന്നത്? കുടിയേറുന്നത് പ്രധാനമായിട്ടും ഈ നമ്മൾ പറഞ്ഞ ആ ഒരു ഹയർ സ്റ്റഡീസ് ഓപ്ഷൻ, നമ്മൾ പഠിക്കാനുള്ള വ്യാജേനയാണ് നമ്മൾ തീർച്ചയായിട്ടും വിദേശത്തേക്ക് പോകുന്നതെങ്കിലും ഉദ്ദേശം അവിടെ ജോലി നേടുകയും അവിടെ ഇപ്പോൾ പോകുന്നതിൽ മഹാഭൂരിപക്ഷം സ്ഥിരതാമസമാക്കാനുമാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ജോലിക്ക് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് ഒരു കരിയറിലേക്ക് എത്തി അതുവഴി ജീവിതം സെറ്റിൽ ചെയ്യാൻ, ലൈഫ് സെറ്റിലാകാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ പുറത്തേക്ക് പോകുന്നത്. ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് നമ്മുടെ രാജ്യത്ത് നല്ല രീതിയിലുണ്ട്. അതിനുള്ള യൂണിവേഴ്സിറ്റീസും റിസർച്ച് ഫെസിലിറ്റീസൊക്കെ നമ്മൾ സാധിക്കുന്ന രീതിയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് CUET കോമൺ യൂണിവേഴ്സിറ്റി 2024 നമുക്ക് മുമ്പിൽ വെക്കുന്നത്. അതിൻ്റെ സാധ്യതകളെക്കുറിച്ചാണ് സാറ് ഏറ്റവും നന്നായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പം ജോലി സാധ്യതകൾക്കപ്പുറം പിന്നെ നമ്മൾ എന്താണ് ഒരു പേരൻ്റ് അല്ലെങ്കിൽ ഒരു കുട്ടി ഒരു UG പഠനത്തിനെക്കുറിച്ച് ആലോചിക്കേണ്ടത്? ഇപ്പോൾ നമ്മൾ കരിയർ ഷിഫ്റ്റിങ്ങിൻ്റെ ഒരു കാലഘട്ടമാണ്. നമ്മൾ ഏർപ്പെടുന്ന ഒരു കരിയർ ഒരു 3 മുതൽ 5 വർഷം വരെ, പ്രത്യേകിച്ച് നമ്മളെന്ന് പറയുമ്പോൾ ഇനി വരുന്ന തലമുറയിലെ കുട്ടികളെ സംബന്ധിച്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു 3 to 5 years ഒക്കെ ആയിരിക്കും അവർക്കൊരു ജോലിയിൽ തുടരാൻ സാധിക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ ആ ജോലിയുമായി അല്ലെങ്കിൽ ആ തൊഴിലുമായി ബന്ധപ്പെട്ട സ്കിൽസ് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മേഖലയിലുള്ള പുതിയ സ്കിൽസ്, അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ചുള്ള സ്കില്ലുകൾ അക്വയർ ചെയ്താൽ അങ്ങോട്ടൊരു ഷിഫ്റ്റിങ് പോസിബിളാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള സബ്ജക്റ്റുകൾ പഠിക്കാനും ആ രീതിയിലൊരു എക്സ്പോഷർ നേടാനും നമ്മൾ സാറ് നേരത്തെ സൂചിപ്പിച്ച പോലെ അവനവൻ്റെ കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട്, കംഫർട്ട് സോണിൽ നിന്ന് നമുക്കറിയാം വളർച്ച ഉണ്ടാവില്ല ഒരിക്കലും. തീർച്ചയായിട്ടും. കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് നിൽക്കുന്നതിന് പകരം അല്പം കൂടി വിശാലമായ ഒരു ലോകത്തെക്കുറിച്ച് അറിയാനും അങ്ങനെയുള്ള ആളുകളുമായിട്ട് ഇടപെടാനും ആ ഒരു എക്സ്പോഷറൊക്കെ ഒരുപാട് ഹെൽപ്പ് ഈ ഒരു കരിയർ ഷിഫ്റ്റിങ്ങിൻ്റെ ഒരു കാലഘട്ടത്തിൽ 2030 പ്രത്യേകിച്ച് ഇപ്പോൾ ഒക്കെ പാസ്സാകുന്ന പ്ലസ് 2 കഴിയുന്ന കുട്ടികൾ നല്ലൊരു കരിയർ ചൂസ് ചെയ്യുന്ന ഒരു സമയമായിരിക്കും 2028-30 കാലഘട്ടം എന്ന് പറയും. അപ്പോൾ വലിയ മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നമ്മളെ തന്നെ ആ രീതിയിലൊന്ന് മോഡിഫൈ ചെയ്തെടുക്കണമെങ്കിൽ ആ രീതിയിലുള്ള ഒരു എക്സ്പോഷർ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്
ഒരു നല്ലൊരു ഓപ്ഷനായിട്ട് തന്നെ നമുക്ക് മുമ്പിലുണ്ട്. മലയാളികളുടെ മനസ്സിലും ഒരു മാറ്റം വരുത്തേണ്ട സമയമായിട്ടുണ്ട്. കാരണം പണ്ടൊക്കെ നമുക്ക് ബാംഗ്ലൂർ പോയി പഠിക്കുക, അല്ലെ ഹൈദരാബാദിൽ പഠിക്കുക, അല്ലെ ഡൽഹിയിൽ പഠിക്കുക, അല്ലെ മുംബൈയിൽ പഠിക്കുക എന്ന് പറയുന്നതിന് എന്തോ ഒരു അരുതായ്മയുള്ളതായിട്ട് എല്ലാവരുടെ മനസ്സിൽ ചെറുതായിട്ടെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിക്കൊണ്ട് ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികളാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി വഴി നമുക്കിപ്പോൾ പ്രദാനം ചെയ്യുന്നത്. നമുക്ക് കുറച്ച് കോഴ്സുകൾ ഇപ്പോൾ +2 ഏത് സബ്ജക്റ്റ് എടുക്കുന്നവർക്കും, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് പോലുള്ള സബ്ജക്റ്റുകളൊക്കെ എടുക്കുന്നവർക്ക് പറ്റിയ ഏറ്റവും നല്ല കോഴ്സുകളെക്കുറിച്ച്, യൂണിവേഴ്സിറ്റികളെക്കുറിച്ച് നമ്മളിപ്പോൾ ഓൾറെഡി നമ്മുടെ ചാനലിലെല്ലാം വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഒരു കോഴ്സുകളെ പരിചയപ്പെടുത്തി കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള കോഴ്സുകളാണ് നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി CUET വഴി ഓപ്റ്റ് ചെയ്യാനാവുന്നത്? CUET വഴി നമുക്ക് ഇപ്പോൾ ഓരോ വർഷം മുന്നോട്ട് ചെല്ലുന്തോറും വരുന്ന കോഴ്സുകളുടെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്, ക്രമാനുഗതമായി കൂടി. അതുകൊണ്ട് നമുക്ക് പറഞ്ഞ എല്ലാ തരത്തിലുള്ള കോഴ്സും CUET വഴി അവൈലബിൾ ആണ് എന്നുള്ളൊരു നമുക്ക് പറയാൻ പറ്റും. കാരണം എല്ലാ തരത്തിലുള്ള കോഴ്സും അവിടെ വരുന്നുണ്ട്. അവൻ്റെ പാഷൻ എന്താണെങ്കിലും തിരഞ്ഞെടുക്കാൻ ആ രീതിയിലുള്ള കോഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള കുറച്ച് കോഴ്സുകൾ നമുക്ക് ഒരു 10ഓളം കോഴ്സുകൾ നമുക്ക് പരിചയപ്പെടുത്തി അനലൈസ് ചെയ്യാം. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പൊതുവേ നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ്, അതായത് +2 പഠിച്ച ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഉപരിപഠനം നടത്താൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്കുള്ള 3 ഇയർ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ 4 ഇയർ, ഇപ്പോൾ നമ്മുടെ പുതിയ NEP വന്നതോടുകൂടി, NEP 2020 വന്നതോടുകൂടി 4 ഇയർ UG പ്രോഗ്രാംസ് വന്നിട്ടുണ്ട്. അപ്പോൾ ചില യൂണിവേഴ്സിറ്റികൾ 4 ഇയർ ആണ്, ഓണേഴ്സ് പ്രോഗ്രാമായിട്ട് കൊടുക്കും. ചിലത് 3 ഇയർ കൊടുക്കും. മറ്റ് ചില യൂണിവേഴ്സിറ്റീസ് 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഡ്യുവൽ പ്രോഗ്രാം കൊടുക്കുന്നുണ്ട്. ആ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇപ്പോൾ BBA MBA കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്, BTech MBA കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ഡൈവേഷൻസ് അല്ലെങ്കിൽ ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ട്, ഇനി അതെല്ലാം മൾട്ടി ഡിസിപ്ലിനറി പ്രോഗ്രാംസ് എന്ന് വേണമെങ്കിലൊക്കെ പറയാം. അതുപോലെ തന്നെ നമുക്കറിയാം AI-യുടെ ഒരു കാലഘട്ടത്തിൽ അതിനനുസരിച്ചുള്ള കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ പല യൂണിവേഴ്സിറ്റികളും പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല പ്രൈവറ്റ് ടോപ്പ് യൂണിവേഴ്സിറ്റീസ്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ബെനറ്റ് യൂണിവേഴ്സിറ്റി, ജെയിൻ യൂണിവേഴ്സിറ്റി ഉണ്ട്, അതുപോലെ അമിറ്റി യൂണിവേഴ്സിറ്റി, അതുപോലെ അവിനാശലിംഗ യൂണിവേഴ്സിറ്റി, ഇങ്ങനെയുള്ള പല യൂണിവേഴ്സിറ്റി, UPS യൂണിവേഴ്സിറ്റി ഓഫ് പെട്രോളിയം ആൻഡ് എനർജി സ്റ്റഡീസ്. ഇപ്പോൾ ഇവരൊക്കെ പ്രൈവറ്റ് സെക്ടറിലുള്ള പേരുള്ള യൂണിവേഴ്സിറ്റീസൊക്കെയാണ്. ഇവരുടെയൊക്കെ BTech പ്രോഗ്രാമുകൾ ഇപ്പോൾ CUET-യിലേക്ക് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ CUET-യിൽ ഇതുവരെ ഇല്ലായിരുന്ന നേഴ്സിംഗ് പ്രോഗ്രാമുകൾ 1-2 യൂണിവേഴ്സിറ്റിയിൽ BSc നേഴ്സിംഗ് വന്നിട്ടുണ്ട്. LLB പ്രോഗ്രാംസ് പല യൂണിവേഴ്സിറ്റി, ഇപ്പോൾ BHU-യിലൊക്കെ LLB വളരെ ഫേമസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ പൊതുവേ നമ്മൾ പറഞ്ഞാൽ എല്ലാ കോഴ്സുകളും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രത്യേക പോലെ വൊക്കേഷണൽ കോഴ്സുകളുണ്ട്. BO കോഴ്സുകൾ ഒരുപാട് യൂണിവേഴ്സിറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ ജോലി സാധ്യതയുള്ളതാണ് വൊക്കേഷണൽ കോഴ്സുകൾ. പിന്നെ നമുക്ക് ജോബ് സ്പെസിഫിക് ആയിട്ടുള്ള ചില കോഴ്സുകൾ, ഇപ്പോൾ വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയിലൊക്കെ ആണെങ്കിൽ മ്യൂസിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത കോഴ്സുകളുണ്ട്, ഫൈൻ ആർട്സുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളുണ്ട്, ലാംഗ്വേജ് റിലേറ്റഡ്. അപ്പോൾ ലാംഗ്വേജിന് നമുക്കറിയാം മുമ്പെങ്ങും ഇല്ലാത്ത ഒരു പ്രാധാന്യം ഫോറിൻ ലാംഗ്വേജസിനുള്ള ഒരു കാലഘട്ടമാണ്. അതിനനുസരിച്ച് IFLU-വിലും JNU-വിലും അതുപോലെ BHU-വിലും ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ ഒരുപാട് ലാംഗ്വേജ് പ്രോഗ്രാമുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാ കോഴ്സുകളും ഉണ്ട് എന്ന് വേണമെങ്കിൽ ഒരു കുട്ടിക്ക് ഏത് പാഷൻ ആണെന്നുള്ളത് ആദ്യം. അതുപോലെ ടീച്ചിങ്ങിനെ സംബന്ധിച്ച് 4 ഇയർ BA B.Ed, BSc B.Ed, BCom B.Ed, നമ്മുടെ കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി പോലും അത് എത്തിക്കഴിഞ്ഞു. അപ്പം 4 വർഷം കൊണ്ട് ഡിഗ്രി + B.Ed. അല്ലാതെ നമുക്കറിയാം B.Ed എടുക്കണമെങ്കിൽ 3+2 5 ഇയേഴ്സ് വരും. അപ്പോൾ ഇത് 4 ഇയർ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് പോകുന്നതുകൊണ്ട് അങ്ങനെ അധ്യാപന മേഖലയിലേക്ക് വരാൻ, അങ്ങനെ സമസ്ത മേഖലയിലും ഉള്ള കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ എണ്ണവും വളരെ കൂടുതലാണ്. തീർച്ചയായിട്ടും അപ്പോൾ ഈ കോഴ്സുകൾ കിട്ടാവുന്ന സീറ്റുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എടുത്തൊരു കുട്ടിയെ സംബന്ധിച്ചുള്ള ഇപ്പോൾ BTech പ്രോഗ്രാമുകൾ സാറ് പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എടുത്തൊരു കുട്ടിയെ സംബന്ധിച്ചോളം മെഡിക്കൽ റിലേറ്റഡ് അല്ലെ ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കോഴ്സുകൾ പരിചയപ്പെടുത്തി കൊടുത്താൽ ഡൽഹി യൂണിവേഴ്സിറ്റി ആയിരിക്കുമോ സാർ സജസ്റ്റ് ചെയ്യുന്നത്? കുട്ടികൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ചുകൊണ്ട് അഗ്രി റിലേറ്റഡ് പ്രോഗ്രാംസ് ആയിരിക്കും, ICAR-ൻ്റെ പ്രോഗ്രാംസ് ആയിരിക്കും. കാരണം ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലേക്കും എല്ലാ കോളേജുകളിലേക്കും അഗ്രികൾച്ചർ പ്രോഗ്രാമുകൾ എല്ലാ കോളേജിലെയും 15% സീറ്റ് CUET-യിലെ പ്രോഗ്രാം ICAR-ൽ എടുക്കുന്ന എല്ലാ CUET എക്സാം വഴിയാണല്ലോ. അപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റിയും ഉണ്ട്. അതുകൂടാതെ നമ്മൾ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ BHU-വിലെ മുഴുവൻ സീറ്റും 15%
CUET ഓൾ ഇന്ത്യ കോട്ട വരും. പിന്നെയുള്ള 85 അതും CUET വഴിയാണ് എടുക്കുന്നത് അഗ്രികൾച്ചറിൻ്റെ. അതുപോലെ തന്നെ നമുക്ക് NSUT ജംഷഡ്പൂർ നേതാജി സുഭാഷ് യൂണിവേഴ്സിറ്റി, അവിടെ അഗ്രിയുണ്ട്. അതും മുഴുവൻ സീറ്റും ഈ ഒരു പ്രോഗ്രാമിൻ്റെ കീഴിൽ വരുന്നുണ്ട്. അപ്പോൾ അഗ്രികൾച്ചർ BSc ഓണേഴ്സ് അഗ്രികൾച്ചർ ആയിരിക്കാം ഒരു PCB ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു കോഴ്സ്. അപ്പോൾ ഈ 3 സബ്ജക്റ്റുകളാണ് അവർ അതിന് എഴുതേണ്ടത്. പിന്നെ അതിനോട് ചേർന്ന് ഫോറസ്ട്രിയുടെ കോഴ്സുണ്ട്, BSc ഫോറസ്ട്രി ഉണ്ട്. സെറികൾച്ചർ ഹോർട്ടിക്കൾച്ചർ ഒന്നും അത്ര ഒരു കോമൺ ആയിട്ടുള്ളതല്ല. പിന്നെ ഉള്ള ടെക്നോളജി BTech പ്രോഗ്രാംസ് വരുന്നുണ്ട്. BTech ബയോടെക്നോളജി വരുന്നുണ്ട്, BTech ഡയറി ടെക്നോളജി ഉണ്ട്, അതുപോലെ ഫുഡ് ടെക്നോളജി വരുന്നുണ്ട്. അവിടെ മാത്തമാറ്റിക്സ് ഇല്ലാതെ തന്നെ അതിൽ BTech എടുക്കാം. മാസില്ല, കാരണം മറ്റൊരു ഓപ്ഷൻ കൂടെയാണ് PCM ഉണ്ട്. PCM ഇതിൽ തന്നെ ഉണ്ട്. PCM അല്ലെങ്കിൽ PCB ആണെങ്കിലും മതി. അപ്പോൾ ഇത് 3-ൽ ഏതെങ്കിലും 3 എഴുതിയിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. 3 കമ്പൽസറിയാണ്. പിന്നെ ഉള്ളത് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇത്രയും പ്രോഗ്രാമുകളായിരിക്കാം ഒരു ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സ്റ്റുഡൻറ്റ് കൺവെൻഷനലായിട്ട് ഡിഗ്രി പ്രോഗ്രാമുകൾക്കപ്പുറം ആഗ്രഹിക്കാവുന്ന അല്ലെങ്കിൽ താല്പര്യപ്പെടാവുന്ന പ്രോഗ്രാമുകൾ. ഇത് ICARൻ്റെ കീഴിലാണ് വരുന്നത്. പിന്നെ നമ്മൾ യൂണിവേഴ്സിറ്റികളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റി തന്നെയാണ്. തീർച്ചയായിട്ടും ഡൽഹി DU. അപ്പോൾ DUവിൽ നമുക്കൊരു എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുണ്ട്. അത് മാത്സ് വേണം. അപ്പോൾ അത് ബയോളജിക്കാർക്ക് പറ്റില്ല. ബയോളജി മാത്രമുള്ളവർക്ക് പറ്റില്ല. ബയോളജി മാത്രമുള്ളവർക്കിലേക്ക് നമ്മൾ വരുമ്പോൾ അവരൊരു സബ്ജക്റ്റ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡൽഹി കോളേജസ്, നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 10 കോളേജ് എടുത്താൽ 5 6 കോളേജ് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന 2 ക്യാമ്പസിലുമായിട്ട് വരുന്ന കോളേജസാണ്. അപ്പോൾ അവിടെ അഡ്മിഷൻ കിട്ടാൻ ഇപ്പോൾ സുവോളജിയോ കെമിസ്ട്രിയോ ഫിസിക്സോ അങ്ങനെയുള്ള ഏത് സബ്ജക്റ്റും ആയിക്കോട്ടെ, ഹിന്ദു കോളേജ് പോലെ സയൻസിന് ഒത്തിരി, അല്ലെങ്കിൽ മിറാണ്ട പോലെ സയൻസിന് പ്രാധാന്യം കൊടുക്കുന്ന കോളേജുകളുണ്ട്. അപ്പോൾ അവിടെ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഒരുപാടുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ പറയുന്ന ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നൊരു കോമ്പിനേഷനിൽ അവരത് പരീക്ഷ എഴുതിയാൽ അവർക്ക് ഒരു 3 ഇയർ പ്രോഗ്രാം ഒരു ഓണേഴ്സ് ഡിഗ്രി കിട്ടും. അതിൽ നിന്ന് ഹയർ സ്റ്റഡീസ്, കൂടുതൽ കുട്ടികളും ഹയർ സ്റ്റഡീസിലേക്കാണ്, കാരണം ഒരു ഗ്രാജുവേഷനേ ആയിട്ടുള്ളൂ. പ്ലേസ്മെൻറ്റും ഉണ്ടാവുന്നുണ്ട്. പ്ലേസ്മെൻറ്റ് നല്ല രീതിയിൽ തന്നെ നമുക്ക് പറയാം ഈ കോളേജുകളിലൊക്കെ ഉണ്ട്, ഹയർ സ്റ്റഡീസിന് പോകുന്നുണ്ട്. പിന്നെ നമുക്ക് പറയാവുന്നത് സബ്ജക്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന കുട്ടികൾ, എനിക്ക് ഈ ഒരു സബ്ജക്റ്റ് അതിനകത്തിപ്പം ഫിസിക്സ് പഠിച്ചു, ഫിസിക്സാണ് എനിക്ക് താല്പര്യം, അല്ലെങ്കിൽ കെമിസ്ട്രിയാണ്, അല്ലെങ്കിൽ ബയോളജിയാണ് എനിക്ക് എൻ്റെ ഒരു പാഷൻ, അതാണ്, ആ ഒരു രീതിയിൽ വേണം ഡെവലപ്പ് ചെയ്യാൻ, ഹയർ സ്റ്റഡീസ് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് വേണമെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് MSc. അവിടെ മാത്സ് ഉണ്ട്, അപ്ലൈഡ് ജിയോളജി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്. അപ്പോൾ അവിടെ ബയോളജി പഠിക്കണമെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി ഇംഗ്ലീഷ് 5 എഴുതാം. മാത്സ് ആണെങ്കിൽ ബയോളജി ഒഴിവാക്കി ബാക്കി 4 വരും. അപ്പോൾ ഈ 5 പേപ്പർ ഓപ്റ്റ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും നല്ല പ്രോഗ്രാമാണ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഈ പ്രോഗ്രാം. പിന്നെ നമുക്ക് പോണ്ടിച്ചേരി പറയാം. പോണ്ടിച്ചേരി ഈ വർഷം അവരുടെ പ്രോഗ്രാമുകൾ 4 ഇയർ, നമ്മുടെ NEP 2020 അനുസരിച്ച് 4 ഇയർ പ്രോഗ്രാമുകൾ BSc ഓണേഴ്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. അവിടെയും ഈ പറഞ്ഞ എല്ലാ കോഴ്സുകളും അവൈലബിൾ ആണ്. ഇന്ത്യയിലെ തന്നെ നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി. അപ്പോൾ സബ്ജക്റ്റ് ഡീപ്പായിട്ട് പഠിക്കണം, അപ്പോൾ ഒരു റിസർച്ചിലേക്കൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഈ 4 ഇയറിന് ശേഷം പിന്നെ 1 ഇയർ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്താൽ മതിയാവും. അതിനുശേഷം ഒരു റിസർച്ച് ഓറിയൻറ്റേഷനൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ ഈ 4 ഇയർ കഴിയുമ്പോൾ തന്നെ റിസർച്ചിലേക്ക് പോകാൻ ഉള്ള സാധ്യത ഉണ്ടാവും. പിന്നെ വിദേശത്ത് പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ട് ഈ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ, സീൽ സോഷ്യൽ ഇക്കണോമിക് അഡ്മിനിസ്ട്രേഷൻ ലോ എന്ന് പറയുന്ന ഒരു ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മുടെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയും പാരീസ് 1 യൂണിവേഴ്സിറ്റിയും സംയുക്തമായിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. മാനേജ്മെന്റ് സ്കില്ലായിരിക്കും അതിനകത്ത്. മാനേജ്മെൻറ്റിൻ്റെ പേപ്പറുകളും വരുന്നുണ്ട്, അതിനപ്പുറം എക്കണോമിക്സ് വരുന്നുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുണ്ട് ലോ. അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. വളരെ 5 ഇയർ പ്രോഗ്രാമാണ്. അതേ ഉള്ളൂ ഇപ്പോൾ അവിടെ 5 ഇയർ പ്രോഗ്രാം. പിന്നെ BTech ആരംഭിച്ചിട്ടുണ്ട്. പോണ്ടിച്ചേരിയിലും പാരീസിലും ആയിട്ടാണ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് +2 ഇന്ന സബ്ജക്റ്റ് പഠിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല, ജനറൽ ടെസ്റ്റ് മാത്രമേ. ജനറൽ ടെസ്റ്റ് ആണ് CUET എഴുതേണ്ടത്. +2 ഇന്ന സബ്ജക്റ്റ് പഠിക്കണമെന്ന് പോലും ഇല്ല. ഏത് സ്ട്രീമിലുള്ളവർക്കും അങ്ങോട്ട് വരാം, ഈ ഒരു ടെസ്റ്റ് എഴുതിയാൽ മതി. ലാംഗ്വേജിനാണ് നമ്മൾ സാധ്യത കൊടുക്കുന്നതെങ്കിൽ, ലാംഗ്വേജിന്റെ സമയമാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, ലാംഗ്വേജ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ ലാംഗ്വേജിന് നമുക്ക് ഏറ്റവും നല്ലത് ലാംഗ്വേജിൻ്റെ യൂണിവേഴ്സിറ്റി IFLU തന്നെയാണ് 1ാം സ്ഥാനം കൊടുക്കാവുന്നത്. പിന്നെ ഡൽഹിയും നമ്മുടെ BHU ഒക്കെ നമുക്ക്, പിന്നെ JNU ഉണ്ട്. പക്ഷേ JNUവിൽ
നമുക്ക് നമ്മൾ റെയർ ആയിട്ടുള്ള കോഴ്സുകളാണുള്ളത്. ബി എ എന്ന് പറയുമ്പോൾ നമുക്ക് ഫോറിൻ ലാംഗ്വേജ് എല്ലാം ഒന്നുമില്ല. അതിന് ഏറ്റവും നല്ലത് നമ്മുടെ ഇഫ്ലു തന്നെയാണ്, ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി ഹൈദരാബാദ്. അപ്പോൾ അവിടെ ഒരു ജേർണലിസം പ്രോഗ്രാമുണ്ട്, അത് നല്ല പ്രോഗ്രാമാണ്. ജേർണലിസം ഇപ്പോൾ തന്നെ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കത് ബി എ ജേർണലിസം നല്ലൊരു പ്രോഗ്രാമാണ് ഇഫ്ലുവിലെ ആയതുകൊണ്ട്. പിന്നെ ഇംഗ്ലീഷുണ്ട്, ഫ്രഞ്ചുണ്ട്, ജർമ്മൻ, അങ്ങനെയുള്ള എല്ലാ ഫോറിൻ ലാംഗ്വേജസും അവർക്ക് ബി എ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം ആ ഒരു ലാംഗ്വേജ് പഠിച്ച് മുന്നോട്ട് പോകണം. ആ ഒരു ലിംഗ്വിസ്റ്റിക് സ്കില്ലുള്ള അല്ലെങ്കിൽ ആ ഒരു ആപ്റ്റിറ്റ്യൂഡ്. അങ്ങനെ ഫോറിൻ ലാംഗ്വേജ് പഠിക്കണമെങ്കിലും എഴുതേണ്ട പരീക്ഷ ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും. ഇംഗ്ലീഷ് വേണമെന്നില്ല, വേറെ ഏതെങ്കിലും ലാംഗ്വേജ് പറയുന്നുണ്ട്. ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റുമാണ് കോമൺ ആയിട്ട് നമുക്ക് പറയാം, നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് നമുക്ക് പറയാം. നമുക്ക് സ്ട്രീം ചേഞ്ച് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. ഇപ്പോൾ നമ്മൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അല്ലെ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സിലൊക്കെയാണ് നമ്മൾ +1 +2 പഠിച്ചത്. ഒരു കുട്ടിക്ക് ആ കുട്ടി ചിലപ്പോൾ ഒരു തിരഞ്ഞെടുത്ത് ആയിരിക്കില്ല ആ സ്ട്രീം, അദ്ദേഹത്തിനൊന്ന് സ്ട്രീം ചേഞ്ച് ചെയ്യണം. ഒരു ബികോമോ അല്ലെ എക്കണോമിക്സോ കൊമേഴ്സോ അങ്ങനെ നമുക്ക് മാറാനുള്ള സാധ്യതകളുണ്ടോ? തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു തീരുമാനമായിരിക്കും, വളരെ ബുദ്ധിപരമായ ഒരു തീരുമാനമായിരിക്കും. അങ്ങനെ ഒരു താല്പര്യം, ആ ഒരു ആപ്റ്റിറ്റ്യൂഡുള്ള കുട്ടികളെ സംബന്ധിച്ച് വളരെ നല്ല അത്യാവശ്യം നന്നായിട്ട് വായിക്കുകയും ചിന്തിക്കുകയും ആ രീതിയിലൊക്കെ ആക്ട് ചെയ്യുകയും ചെയ്യുന്ന കുട്ടികളെയൊക്കെ സംബന്ധിച്ച് ഈ ഒരു സ്ട്രീം ചേഞ്ച് ചെയ്യാൻ ഉള്ളൊരവസരം ഇപ്പോഴാണ് നല്ലൊരു അവസരം എന്ന് പറയാവുന്നത്. കാരണം 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു പക്ഷേ അവർ നല്ല സ്കോറൊക്കെ കിട്ടിയതുകൊണ്ട് സയൻസ് ആയിരിക്കും ഓപ്റ്റ് ചെയ്ത്. സയൻസ് പഠിച്ചതിന് കുഴപ്പമില്ല, ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡും ക്വാണ്ടിറ്റേറ്റീവും ഒക്കെ അവർക്ക് ഡെവലപ്പ് ചെയ്തിട്ടേ ഉള്ളത്. റീസണിങ് ഒക്കെ നന്നാകാൻ സയൻസ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് നല്ലൊരു അവസരമാണ്. കാരണം മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കുന്നു എന്നുകൊണ്ട് തന്നെ അവർക്ക് എക്കണോമിക്സിലേക്ക് പോകാനുള്ള നല്ലൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും നല്ല സ്ഥലങ്ങൾ നമുക്ക് പറയാവുന്നത്, ഒന്ന് ബേസ് ബാംഗ്ലൂർ, അവിടെ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് MSc എക്കണോമിക്സ് ഉണ്ട്. ബാബ അംബേദ്കർ സ്കൂൾ ഓഫ് എക്കണോമിക്സ്. അവിടെ മാത്സ് പഠിച്ച കുട്ടികൾക്ക് മാത്രമേ പറ്റുള്ളൂ. +2 മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കണം. അത് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൻ്റെ ഒരു സിലബസാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. നല്ല ഒരു ക്യാമ്പസൊക്കെയാണ്, കുട്ടികളത് സെർച്ച് ചെയ്താൽ അത് മനസ്സിലാവും. തീർച്ചയായിട്ടും. അപ്പോൾ അതിന് പരീക്ഷ എഴുതേണ്ടത് ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റുമാണ്. പക്ഷേ +2 മാത്തമാറ്റിക്സ് പഠിച്ചു. പിന്നെ നമുക്കിപ്പം ഇക്കണോമിക്സിൻ്റെ മാത്രം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ആദ്യം ഒന്ന് പറയാം. പിന്നെയുള്ള ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്സ് ആൻഡ് ഇക്കണോമിക്സ് പൂനെ, അവിടെ BSc ഇക്കണോമിക്സ് ഉണ്ട്. അവിടെ ഈ പറയുന്ന പോലെ മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കണം നിർബന്ധമില്ല, അവിടെ എഴുതേണ്ട ജനറൽ ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റ് എഴുതിയാൽ മതി. ഇത് രണ്ടും എഴുതിയാൽ മതി. ഇംഗ്ലീഷും എഴുതണം, ജനറൽ ടെസ്റ്റ് എഴുതണം. പക്ഷേ മാത്സ് പഠിക്കണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ അത് രണ്ടെണ്ണം നമുക്ക് പറയാം. പിന്നെ ഉള്ളത് നമ്മൾ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ MA എക്കണോമിക്സ് ഉണ്ട്, അത് നല്ലൊരു കോഴ്സാണ്. അതുപോലെ തന്നെ പോണ്ടിച്ചേരിയിലേക്ക് പോയാൽ BA എക്കണോമിക്സ് ഉണ്ട്. ഇനി DU ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കോളേജുകളിൽ പ്രത്യേകിച്ച് SR ശ്രീരാം കോളേജ് ഓഫ് കൊമേഴ്സ്, പെൺകുട്ടികളെ സംബന്ധിച്ച് LSR ലേഡീസ് ശ്രീരാം കോളേജ്, അതുപോലെ സെൻറ്റ് സ്റ്റീഫൻസ്, ഇവിടെയുള്ള എക്കണോമിക്സ് നമുക്ക് വളരെ ഫേമസ് ആണ്, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഫേമസ് ആയിട്ടുള്ള കോഴ്സാണ്. അതുപോലെ BCom നമ്മുടെ SRC ശ്രീരാം കോളേജ് പോലെയുള്ള കോളേജുകളിലെ BCom വളരെ ഫേമസ് ആണ്. അവിടെ BComന് വലിയ ഡിമാൻഡാണ്. അപ്പോൾ IIT പ്രിപ്പറേഷൻ പോലെ കുട്ടികൾ അതിനുവേണ്ടി ഒരു വർഷമൊക്കെ ഇരുന്ന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. IIT BTech എടുത്തവർ പോലും എക്കണോമിക്സിലോട്ടും ഈ ഒരു ഇതിലോട്ടും മാറുന്ന കാലഘട്ടം. അതായത് ഫണ്ട് മാനേജേഴ്സായിട്ടും പോർട്ട്ഫോളിയോ മാനേജർമാരായിട്ടൊക്കെയാണ് IITയിൽ നിന്ന് BTech കഴിഞ്ഞ കുട്ടികൾ പിന്നീട് എത്തിച്ചേരുന്നത്. അവർ CFA ഒക്കെ ക്ലിയർ ചെയ്തിട്ട് ആ രീതിയിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഫിനാൻസ് സെക്ടറിലേക്കാണ് എനിക്ക് തോന്നുന്നത് ക്രീമായിട്ടുള്ളവരൊക്കെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല സബ്ജക്റ്റ് തന്നെയാണ്. ഇപ്പോൾ ഡൽഹി കോളേജസിലുണ്ട്. പിന്നെ ജാമിയ മില്ലിയയിൽ കുറച്ച് BSc പ്രോഗ്രാമുകളും BA പ്രോഗ്രാമുകളും ഇപ്പോൾ CVTയുടെ കീഴിലേക്ക് വന്നിട്ടുണ്ട്. നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അത് ഒന്ന് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ എക്കണോമിക്സ് വളരെ നല്ലതാണ്. അതുപോലെ DTUയിലുണ്ട്, ഡൽഹി ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ആകപ്പാടെ കിട്ടാവുന്നത് ഒരു BA ഓണേഴ്സ് എക്കണോമിക്സാണ് ഉള്ളത്. അത് മാത്തമാറ്റിക്സ് പഠിച്ചവർക്കേ പറ്റുള്ളൂ, മാത്സിൻ്റെ പേപ്പർ എഴുതുകയും വേണം. അപ്പോൾ DTUവിൽ ഒക്കെ എക്കണോമിക്സ് പഠിക്കാൻ കിട്ടിയാൽ വലിയ സാധ്യതയാണ്. പിന്നെ നമുക്ക് ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിലേക്കൊക്കെ ചെല്ലാനുള്ള ഒരു അവസരമാണ്. അടുത്ത ലെവലിൽ PG നമുക്ക് ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പഠിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇക്കണോമിക്സ് ആ രീതിയിൽ നമുക്ക് നല്ല സാധ്യതയുണ്ട്. പിന്നെ സിവിൽ സർവീസിലേക്കൊക്കെ ഓറിയൻറ്റേഷൻ ഉള്ള കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് മറ്റ് സബ്ജക്റ്റുകൾ, പ്രത്യേകിച്ച് ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ് പോലെയുള്ള സബ്ജക്റ്റുകൾ അവർ ഈ പറഞ്ഞ ഡൽഹി യൂണിവേഴ്സിറ്റിയിലുണ്ട്, BHUയിലുണ്ട്, അലഹബാദിൽ ഒരുപാട് പ്രോഗ്രാമുണ്ട്. ഇപ്പോൾ ഹിസ്റ്ററി തന്നെ പഠിക്കുമ്പോൾ 3 പ്രോഗ്രാമുകളുടെ ഒരു
ഒരുമിച്ചുള്ള ഒരു ബ്ലെൻഡാണ് അവിടെ ഉണ്ടാകുന്നത്. BA ആണെങ്കിലും BSc ആണെങ്കിലും. അതുപോലെ പോണ്ടിച്ചേരിയിലുണ്ട്. ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികൾ നമ്മൾ ആദ്യം പറഞ്ഞ ബേസും ഗോഖലെ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും നമുക്ക് മറ്റ് പ്രോഗ്രാമുകൾ, പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ സയൻസും ഹിസ്റ്ററി, സോഷ്യോളജി എല്ലായിടത്തും ഇല്ല. ഈ 2 പ്രോഗ്രാമുകൾ മിക്കവാറും എല്ലാ യൂണിവേഴ്സിറ്റികളും, നമ്മൾ പറഞ്ഞ യൂണിവേഴ്സിറ്റി എല്ലാം തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിവിൽ സർവീസ് ഓറിയൻറ്റേഷനൊക്കെ ഉള്ള കുട്ടികളെ സംബന്ധിച്ച് ഇത് പ്രിപ്പയർ ചെയ്യുന്നതോടൊപ്പം തന്നെ സിവിൽ സർവീസിന് വേണ്ടിയും ആ സമയത്ത് തന്നെ അവർക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ആരംഭിക്കുകയും ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോകാൻ ഇതിലെല്ലാം നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി അല്ലെങ്കിൽ ഈ സയൻസ് സ്ട്രീം എടുത്ത് പഠിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു പ്രോഗ്രാമിലോട്ട് ഒരു കുഴപ്പമില്ല. കാരണം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ഈ സബ്ജക്റ്റിൽ തന്നെ പരീക്ഷ എഴുതണം, പഠിച്ച സബ്ജക്റ്റിൽ തന്നെ. മറ്റു പലയിടത്തും പറയുന്നത് ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റുമാണ്. അപ്പോൾ അത് നമ്മളെ ബാധിക്കുന്നില്ല. ജനറൽ ടെസ്റ്റ് സയൻസുകാരെ സംബന്ധിച്ച് ഈസി ആയിരിക്കുന്നതാണ്. കാരണം സയൻസിൽ ജനറൽ ടെസ്റ്റിനകത്തെ 4 പാർട്ടും 5 ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. 4 പാർട്ടും മാത്സ് റിലേഷൻ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സയൻസുകാരെ സംബന്ധിച്ച് അതും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ LLB അങ്ങനെയുള്ള വിഷയത്തിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിലും ഈ സയൻസ് സ്ട്രീമിൽ നിന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് CUET വഴി സാധിക്കും. CUET വഴി സാധിക്കും. പലയിടത്തും ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും മതി. ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ചോദിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെ കുറവാണ്. വളരെ കുറവ്. ഇംഗ്ലീഷ് ജനറൽ ടെസ്റ്റാണ് മിക്കവാറും LLB ഉള്ള യൂണിവേഴ്സിറ്റീസൊക്കെ ആവശ്യപ്പെടുന്നു. അപ്പോൾ അതും ഒരു പോസിബിലിറ്റിയാണ്. BCOMലേക്ക് പോകാം, BBAയിലേക്ക് പോകാം, BCAയിലേക്ക് പോകാം. അപ്പോൾ അതിനൊക്കെ ഉള്ള സാധ്യതകൾ ഉണ്ട്. ഇപ്പോൾ സാറേ BSc നേഴ്സിങ്ങിൻ്റെ ഒരു കാലഘട്ടമാണല്ലോ ഇനി വരാൻ പോകുന്നത്. പ്രത്യേകിച്ചും ഹയർ എഡ്യൂക്കേഷൻ സാധ്യതകളൊക്കെ വളരെ വിശാലമായിട്ട്, കാരണം AI ഒക്കെ സപ്പോർട്ടോടെ അല്ലെങ്കിൽ ടെക്നോളജിയുടെ സപ്പോർട്ടോടുകൂടി മെഡിക്കൽ ഫീൽഡിലോട്ട് കടന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ BSc നേഴ്സിംഗ് CUET ആയിട്ട് കൂട്ടി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ യൂണിവേഴ്സിറ്റി ആയിരിക്കാം ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്നത്? നമുക്ക് ഗവൺമെൻറ് മേഖലയിൽ അങ്ങനെ കാര്യമായിട്ട് എത്തിയിട്ടില്ല. പ്രൈവറ്റ് മേഖലയിലാണ്. അത് ജംഷഡ്പൂർ NSUT, അവിടെ BSc നേഴ്സിംഗ്, BSc അഗ്രികൾച്ചർ, ജനറൽ നേഴ്സിംഗ് ഇതെല്ലാം ഉണ്ട്. നമുക്ക് ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും എഴുതിയാൽ മതി. സയൻസ് സബ്ജക്റ്റ് എഴുതേണ്ട കാര്യം പോലും ഇല്ല. അങ്ങനെ 1-2 എണ്ണമാണ്. പിന്നെ ചില വൊക്കേഷണൽ കോഴ്സുകളുണ്ട് പാരാമെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ളത്. അത് ചില യൂണിവേഴ്സിറ്റികളിൽ കാണുന്നുണ്ട്. എന്നാലും പൊതുവെ എണ്ണം കുറവാണ്. പിന്നെ BPharm പല യൂണിവേഴ്സിറ്റികളിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. FAMD എവിടെയെങ്കിലും ഉണ്ടോ? അപ്പോൾ FAMD കാണുന്നില്ല. കേരളത്തിലും എനിക്ക് തോന്നുന്നു FAMD ഈ എൻട്രൻസ് റിലേറ്റഡ് അല്ല, നേരിട്ട് തന്നെ കോളേജുകളുമായിട്ട്. നമുക്ക് കേരളത്തിലാണെങ്കിലും ഗവൺമെന്റ് മേഖലയിൽ ഒരു കോളേജിൽ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. സ്വകാര്യ മേഖല മാത്രമേ ഉള്ളൂ. നേരിട്ട് കോളേജുകളുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ട ഒരു സമയമാണ്. സാറേ, ഈ യൂണിവേഴ്സിറ്റികൾ ഇപ്പോൾ സാർ ധാരാളം കോഴ്സുകളെക്കുറിച്ചും യൂണിവേഴ്സിറ്റികളെ നമുക്ക് പരിചയപ്പെടുത്തുകയുണ്ടായി. ഈ രക്ഷകർത്താക്കൾക്ക് തീർച്ചയായിട്ടും ഈ യൂണിവേഴ്സിറ്റികളിലോട്ടൊക്കെ നമ്മുടെ കുട്ടികളെ ധൈര്യമായിട്ട് വിടാനായിട്ട് സാധിക്കും. നമ്മുടെ കുട്ടികൾ എല്ലായിടത്തും തന്നെ പഠിക്കുന്നുണ്ടോ? ആ ക്യാമ്പസുകളിലൊക്കെ മലയാളികളുടെ ഒരു സജീവ സാന്നിധ്യമുണ്ടോ? തീർച്ചയായും ഉണ്ട്. പ്രത്യേകിച്ച് ഡൽഹിയിൽ മലയാളികളെ സഹായിക്കാൻ തന്നെ ഓരോ കോളേജിലും അവർ അസോസിയേഷൻസ് ആരംഭിച്ചിട്ടുണ്ട്. പുതുതായിട്ട് ചെല്ലുന്ന കുട്ടികൾക്ക് അവർ എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മലയാളികൾ വരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. CUET തുടങ്ങിയ ശേഷം വരുന്ന മലയാളികളുടെ എണ്ണം കുറഞ്ഞിരിക്കുകയാണ്. കാര്യമായ കുറവ്, 1/4 ആയി കുറഞ്ഞിട്ടുണ്ടെന്നാണ് പൊതുവെ ഒരു അഭിപ്രായം വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. പ്രത്യേകിച്ച് ഡൽഹിയിലെ മലയാളികൾ ഒരുപാട് ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. BHUവിലുണ്ട്. അതുപോലെ ഹൈദരാബാദും പോണ്ടിച്ചേരിയൊക്കെ നമുക്കറിയാം സൗത്തിലാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും പൊതുവെ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അപ്പോൾ അവനവൻ്റെ പാഷൻ അനുസരിച്ച് തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് കടന്നു ചെല്ലാവുന്നതാണ്. നമ്മളുടെ പാഷൻ അനുസരിച്ച് പഠിക്കാനായിട്ട് ഏതാണെന്നുള്ളതൊന്ന് തിരഞ്ഞെടുത്താൽ മാത്രം മതിയാകും. നമുക്കറിയാം ഇപ്പോൾ 26-ാം തീയതിയാണ് നോർമലായിട്ട് അവരാദ്യം പറഞ്ഞിരുന്ന ഷെഡ്യൂൾ അനുസരിച്ച് ഓൺലൈൻ ആപ്ലിക്കേഷൻ അവസാനിക്കേണ്ടത്. എന്നാൽ യൂണിവേഴ്സിറ്റികൾ പുതിയതായിട്ട് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, കോഴ്സുകൾ പുതിയതായിട്ട് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആപ്ലിക്കേഷൻ മിക്കവാറും ഒരാഴ്ചയും കൂടെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. അത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കാം. അതോടൊപ്പം തന്നെ ഈ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഓൾറെഡി അപ്ലൈ ചെയ്ത് കഴിഞ്ഞവരാണെങ്കിൽ ഈ പറഞ്ഞ കോഴ്സുകളോ യൂണിവേഴ്സിറ്റികളോ നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് അതിനുശേഷം, അതായത് എന്നാണോ ഓൺലൈൻ ആപ്ലിക്കേഷൻ തീരുന്നത് അതിനുശേഷം ഒരാഴ്ച യൂണിവേഴ്സിറ്റികളും കോഴ്സുകളും നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള അവസരം വരുന്നുണ്ട്. ഏതെങ്കിലും സബ്ജക്റ്റുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പരീക്ഷ എഴുതാനുള്ള സബ്ജക്റ്റുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യവും നിങ്ങൾക്ക് വരുന്നുണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് മെയ് 15 മുതൽ മെയ് 31 വരെ നടക്കുന്ന CUETക്ക് ഏറ്റവും നന്നായിട്ട് തന്നെ തയ്യാറെടുക്കാനായിട്ട് സാധിക്കും. ജനറൽ ടെസ്റ്റാണ് ഇപ്പോൾ കൂടുതലായിട്ടും നമുക്ക്, അല്ലെങ്കിൽ ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റുമാണ് കൂടുതലായിട്ട് നമുക്ക് ഏറ്റവും നല്ല കോഴ്സുകളിലോട്ടുള്ളൊരു സബ്ജക്റ്റായിട്ട്
പ്രധാനമായിട്ട് കാണുന്നത്. ഇതിന് ഏത് രീതിയിലുള്ളൊരു തയ്യാറെടുപ്പാണ് ഇപ്പം ഇംഗ്ലീഷിന് അല്ലെങ്കിൽ ജനറൽ ടെസ്റ്റിന് ഏത് രീതിയിലുള്ള തയ്യാറെടുപ്പാണ് നമ്മുടെ കുട്ടികൾ നോക്കുക? ഇപ്പോൾ അവർ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി അവർക്കിപ്പം ഇതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും മുൻ വർഷങ്ങളിൽ CUT ചോദിച്ചത് ഏത് നിലവാരത്തിലുള്ള ഏത് രീതിയിലുള്ള ചോദ്യങ്ങളാണ്? ഇംഗ്ലീഷ് കോംപ്രിഹെൻഷന് അതിൻ്റെ വെർബൽ യൂസേജ് ഒക്കെയാണ് കാര്യമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കൊരു +2 ലെവലിൽ നിന്ന് നന്നായിട്ട് മതിയാവും. ഇംഗ്ലീഷ് വലിയൊരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയില്ല കുട്ടികളെ സംബന്ധിച്ച്. ഓക്കെ. ജനറൽ ടെസ്റ്റ് അല്പം ശ്രദ്ധിക്കണം. കാരണം അതിനകത്ത് 5 പാർട്ടിൽ ഒന്ന് GK ആൻഡ് കറണ്ട് അഫയേഴ്സാണ്. ശരി. അതുണ്ട്. പിന്നെ ലോജിക്കലുണ്ട്, ലോജിക്കൽ പാർട്ടുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, മെൻ്റൽ എബിലിറ്റി. അപ്പോൾ ഈ പാർട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു 8 to 10th വരെ മാത്സ് അത്യാവശ്യം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ NCERT പഠിച്ചിട്ടുണ്ട്. അപ്പോൾ NCERT പഴയ 8ാം ക്ലാസ് മുതലുള്ള NCERT ബുക്കൊക്കെ ഒന്ന് ഫോളോ ചെയ്യുന്നു. പിന്നെ മോഡൽ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ ഒരു പാറ്റേണൊക്കെ മനസ്സിലാക്കാൻ നീറ്റിനോ ജെഇമെയിനൊക്കെ ഫോക്കസ് ചെയ്യുന്നവർക്ക് അതിനുശേഷം ധാരാളം സമയമുണ്ട്. ആ സമയത്ത് ഇത് രണ്ടും ശ്രദ്ധിച്ചാൽ മതി. അത് നമുക്ക് ജനറൽ ടെസ്റ്റാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. കാരണം പല യൂണിവേഴ്സിറ്റികളിൽ ഇംഗ്ലീഷിന് ഒരു കട്ട് ഓഫ് മാർക്ക് വന്നാൽ മതി, എന്നിട്ട് അവർ ജനറൽ ടെസ്റ്റിൻ്റെ മാർക്കാണ് പരിഗണിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ ഫീസിനെ കുറിച്ച് നിങ്ങൾ അത്ര ചിന്തിക്കേണ്ടതില്ല. കാരണം 1100 രൂപ അല്ലെങ്കിൽ 1700 അല്ലെങ്കിൽ 2200 രൂപ എന്നുള്ളത് നിങ്ങളിപ്പം വലുതായിട്ട് നിങ്ങൾ ചിന്തിക്കാതിരുന്നാൽ നിങ്ങൾക്ക് ഈ ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും കൂടെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജൂൺ 30 CUT റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് ഏത് യൂണിവേഴ്സിറ്റിയിലും അതിന് ശേഷം അപ്ലൈ ചെയ്യാവുന്ന യൂണിവേഴ്സിറ്റികളും വരും. അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് തിരഞ്ഞെടുക്കാനുള്ളൊരു സാവകാശം ലഭിക്കുകയും ചെയ്യും. ജോബി സാറിന് എത്രയും സ്നേഹത്തോടെ എല്ലാവിധ നന്ദികളും അറിയിക്കുന്നതോടൊപ്പം തന്നെ മലയാളികൾ അല്പമെങ്കിലും മുൻ വർഷങ്ങളിൽ മടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ ഈ വർഷം എനിക്ക് തോന്നുന്നു അതിനൊരു വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. എല്ലാവരും ദയവായിട്ട് CUETയിൽ +2 പഠിച്ച സബ്ജക്റ്റുകളും ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും അടക്കം നിങ്ങൾ അപ്ലൈ ചെയ്യണം. ജൂൺ 30 ശേഷം നമുക്ക് ജെഇമെയിനും നീറ്റും +2 റിസൾട്ടും CUETയുടെ റിസൾട്ടും ഒക്കെ നോക്കി ഓരോ കുട്ടിക്കും ഏറ്റവും അഭിരുചിയുള്ള ഒരു കോഴ്സിലേക്ക് എത്താനും ആ കോഴ്സിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ കരിയർ ഡെവലപ്പ് ചെയ്യാനുമുള്ള ഏറ്റവും വലിയ സാധ്യതകളാണ് CUET 2024 നമുക്ക് മുമ്പിൽ തുറന്നു തരുന്നത്. നമ്മളുടെ സാധ്യതകൾ അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു സമയം അതിനെ നമ്മൾ ഉപയോഗിക്കാതെ പോകരുതെന്നുള്ള അഭ്യർത്ഥന മാത്രമേ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൂ. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.